നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തും എന്ന് ഉറപ്പായിരിക്കുകയാണ്. LDF, UDF മുന്നണികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ട് ബി.ജെ.പി. കേരളത്തിൽ ഉയർന്നുവരുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. 4 ലക്ഷം വോട്ടുകൾ വീതം നേടി തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും വിജയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം രണ്ടിടത്തും UDF ആയിരിക്കും രണ്ടാം സ്ഥാനത്തെന്നും LDF ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും വ്യക്തമായി. പ്രകാശ് ജാവദേക്കർ ഉൾപ്പെട്ട ബി.ജെ.പി. അവലോകന സമിതി യോഗത്തിന്റേതാണ് വിലയിരുത്തൽ. ബൂത്ത് തലത്തിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 4 ലക്ഷത്തിനോടടുത്ത് വോട്ട് കിട്ടും. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് വിജയിക്കാനുള്ള ലീഡ് കിട്ടും. നെയ്യാറ്റിൻകരയിൽ രണ്ടാം സ്ഥാനത്തെത്തും. കോവളത്തും പാറശാലയിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നുള്ള മികച്ച മുൻതൂക്കം തുണയാകും. ഇതോടുകൂടിയാണ് ശശി തരൂരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. തൃശൂരിൽ മണലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതോടുകൂടി സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതകൾ ഏതാണ്ട് ഉറപ്പിച്ച പോലെയാണ്. സംസ്ഥാനത്ത് 22% വോട്ട് നേടി ബി.ജെ.പി. വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളെന്ന് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31.80 ലക്ഷം വോട്ടാണ് കിട്ടിയത്. ഇക്കുറി അതിൽ 41 ലക്ഷം മുതൽ 44 ലക്ഷം വരെയാകുമെന്ന് കണക്കുകൂട്ടൽ. ഏതാണ്ട് 10 മുതൽ 13 ലക്ഷം വോട്ടുകളുടെ വർധനവ്. ഇതോടുകൂടി കേരളത്തിൽ LDF, UDF മുന്നണികൾക്ക് പകരം വയ്ക്കാവുന്ന തലത്തിൽ കരുത്തുറ്റ ശക്തിയായി ബി.ജെ.പി. വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കേന്ദ്രമന്ത്രി വി. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം നടത്താനായി വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയൻകീഴിലും ഒന്നാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇവിടെ അട്ടിമറി വിജയ സാധ്യതയാണ് കാണുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ. സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ടുകൾ മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിലും A.K. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ നിർത്തിയ പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം വിലയിരുത്തി. 5 ഇടത്ത് ജയിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അവകാശപ്പെട്ടത്. 5ാമത്തേത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.